ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവുമലയിലേക്കുള്ള യാത്രയാണ്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ അപ്പുറമാണ് ചെലവുമല. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരനുണ്ട്, അപ്പു എന്നാണ് ഉള്ള പേര്. അപ്പം അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ചെലവുമലയിലേക്കുള്ള പകുതിയിലധികം റോഡും ഓഫ് റോഡാണ്. ഈ കാണുന്ന വഴി നോക്കണ്ട, ഇത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നല്ല വഴി, ബാക്കി മൊത്തം ഓഫ് റോഡാണ്. ഈ കാണുന്ന ഓലികളൊക്കെ ഇവിടുത്തെ ജലസംഭരണികളാണ് കേട്ടോ. നല്ല ഫ്രഷ് വെള്ളമാണ്, കാരണം കാട്ടിനകത്തോടെ ചെറിയ ഉറവയിലൂടെ വന്നെത്തുന്ന വെള്ളമാണ് ഇവിടെ ശേഖരിച്ചിട്ട് പൈപ്പ് ലൈൻ മുഖേന താഴത്തേക്ക് ചെറിയ വീടുകളിലേക്ക് എത്തിക്കും. അപ്പം ഇവിടെ വാട്ടർ കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, കാരണം ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് അവിടെ പൈപ്പ് മുഖേനയുള്ള വെള്ളമൊന്നും എത്തത്തില്ല. ഇവൻ്റെയൊക്കെ ഒരു കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ യാത്ര മുടങ്ങും കേട്ടോ. അത്രയും വിഷമുള്ളൊരു സാധനമാണ് ഇത്. കുറച്ച് ഹെവി സാധനമാണ് കേട്ടോ. ഈ കാട്ടിലുള്ളതുകൊണ്ട് കുറച്ച് വിഷം കൂടുതലുമായിരിക്കും. പോകുന്ന വഴിയൊക്കെ അതിമനോഹരമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു താറ് പോലുള്ള വണ്ടി കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഇത് സൈഡ് കൊടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. ചില സ്ഥലത്ത് മാത്രമേ സൈഡ് കൊടുക്കാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിൽ നല്ല കുഴിയാണ് കേട്ടോ, ഏകദേശം ഒരു 2000-2500 അടിയോളം ഹൈറ്റുള്ള ഭാഗമാണ്. അപ്പം റൈറ്റ് സൈഡിൽ മൊത്തം വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഈ ഒരു 1.5 വർഷം 2 വർഷം ആയുള്ളൂ ഇവിടെ ഈ കറണ്ടൊക്കെ വന്നിട്ട്. പോകുന്ന വഴിക്ക് എല്ലായിടത്തും നമുക്ക് വണ്ടി നിർത്തുന്നു തോന്നും കേട്ടോ, കാരണം അതുപോലെയുള്ള സ്പോട്ടാണ്. ഒരു രക്ഷയില്ല, കാരണം അത്ര ഭംഗിയാണ്. ഞാനിപ്പോൾ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 7:30 രാവിലെ 7:30 സമയത്താണ് ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു ഹോം സ്റ്റേ ആണ്. അത് എറണാകുളംകാരാണ് കേട്ടോ. അവരുടെ നമ്പറും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പോകുന്ന വഴിക്ക് ഏകദേശം 50-60 കുടുംബങ്ങളുണ്ടായിരുന്നു. എല്ലാവരും തന്നെ അവരവരുടെ സൗകര്യപ്രദം ഇപ്പം ടൗണിലേക്ക് താമസം മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എമർജൻസിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ടൗണിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ ഒന്നും പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഓഫ് റോഡ്, പിന്നെ രണ്ടാമത് വണ്ടിയൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടെയുള്ളവർ ടൗണിലേക്ക് താമസം മാറാൻ കാരണം. എന്തൊക്കെയായാലും പ്രകൃതി ഭംഗിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ ഈ വഴി ഒരു വീട്ടിലോട്ടാണ് കേട്ടോ. കാരണം ആ വീട്ടിലിപ്പം നിലവിൽ ആൾതാമസമില്ല. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അട്ടാറ് വ്യൂ ആണ് കേട്ടോ. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അത്ര മനോഹരമായ വ്യൂ ആണ്. ഇങ്ങനെയൊരു വ്യൂ പോയിൻ്റ് ഞാൻ ഫോട്ടോയിൽ മാത്രമേ കണ്ടുള്ളൂ. നേരിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായൊരു വ്യൂ പോയിൻ്റ് കാണുന്നത്. ഇവിടുത്തെ അരപ്രൈസിലിരുന്ന് രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഈ വ്യൂ ഒക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷമൊക്കെ വേറെ ലെവലായിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വീടൊക്കെ ഉപേക്ഷിച്ച് ഇവർ പോയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ നമുക്ക് തോന്നുമായിരിക്കും അങ്ങനെയൊക്കെ.
ഇനി വാക്കുകളില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വ്യൂ പോയിൻ്റ് എത്ര മനോഹരമാണെന്ന്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ അപ്പുവാണ് കേട്ടോ. അപ്പുവാണ് ഇങ്ങനെയുള്ള ഹൈഡ് പ്ലേസുകളിലൊക്കെ നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ പുള്ളിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഈ വരുന്ന താറ് ആരുടെയാണെന്ന് മനസ്സിലായെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഫേമസ് ടീമിൻ്റെയാണ്, തൊടുപുഴക്കാരൻ്റെയാണ്. ഇപ്പോൾ അത്യാവശ്യം ലീഡ് ചെയ്യുന്ന ഒരു യൂട്യൂബറും കൂടെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ചെലവുമലയുടെ മെയിൻ വ്യൂ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം വരെയാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഇവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പം അഡ്വഞ്ചറായിട്ട് സൈക്കിളൊക്കെ ഓടിക്കുന്നവർക്ക് ഇതുവഴി വേണമെങ്കിൽ സൈക്കിൾ കൊണ്ടൊക്കെ പോകാം കേട്ടോ. ഇത് ഏത് മഷ്റൂമാണെന്ന് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ എത്തിയപ്പം സത്യം പറഞ്ഞാൽ ഒന്നുകൂടി ഞെട്ടി കേട്ടോ. കാരണം മുമ്പേ കണ്ടതിനേക്കാളും കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇവിടെ തോന്നി. കാരണം നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഭയങ്കര ഡെപ്തുള്ള ഏരിയ കൂടെയാണ്, അപകടം നിറഞ്ഞതാണ്. എല്ലാവരും അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളൊരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു 6 മാസം മുന്നേ ഇവിടെ 2 കമിതാക്കൾ, എറണാകുളത്തുള്ള 2 കമിതാക്കൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തതാണ്. എന്താ കാരണം ഒന്നും നമുക്കറിഞ്ഞൂടാ. ഇവിടെ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ മഞ്ഞ് കൂടുന്നതും കുറയുന്നതും. പെട്ടെന്ന് കൂടും, പെട്ടെന്ന് കുറയും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണെങ്കിലും ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. പണ്ട് ഇത് വനമായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ പട്ടയമുണ്ട്. ഇവിടുത്തെ ഊരാളികളുടെ കയ്യിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. താഴെ ഒരു കുടിൽ കാണുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അടിപൊളിയായിട്ടാണ് പണിതേക്കുന്നത്. വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ എന്തോ കൃഷി സംബന്ധമായ എന്തോ ആവശ്യത്തിന് വേണ്ടി ഇത് പണിതാണ്, അവർക്ക് റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മുളക് കൊണ്ടും അതുപോലെ തന്നെ പുല്ലാണ് മുകളിൽ കിടക്കുന്നത്. പുല്ലും അതുപോലെ തന്നെ ഓല ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഈ മാടത്തിൽ നിന്ന് ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുമ്പം ആ കിട്ടുന്ന ഒരു സുഖം അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ഫാമിലിയായിട്ടും മറ്റും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് നമ്മുടെ ചെലവുമല. അപ്പം അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരും അത് പാഴാക്കരുത്.
എന്തായാലും വരണം. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇത് ഏതിൻ്റെ വൈൻഡപ്പ് എന്ന് വെച്ചാൽ ചെലവുമലയുടെ വൈൻഡപ്പാണ് കേട്ടോ. കാരണം നമ്മൾ ചെലവുമലയുടെയും അതുപോലെ തന്നെ കൈതപ്പാറയിലെയും വീഡിയോ ഒറ്റ ദിവസം കൊണ്ടാണ് എടുത്തത്. അപ്പം അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അപ്പം ചെലവുമലയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് KL38.